ഒരുപാട് നൊസ്റ്റാൾജിയ സമ്മാനിക്കുന്ന കാഴ്ചയാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ആദ്യം വന്ന ആ കാഴ്ച കണ്ടുവരാം. 1440, 440, 450, 450, 450, 60, 60, 70, 1470, 80, 80, 1480, 480, 1480, 480, 90, 90, 500, 1500, 1500, 1500, കരിക്കാർ 1500. മത്സ്യലേലത്തിന്റെ വിളികൾ കേട്ടാണ് പയ്യന്നൂരിനടുത്ത കൗവായിയിൽ ഓരോ പ്രഭാതവും പുലരുന്നത്. 4 പതിറ്റാണ്ടായി തുടർന്നു വരുന്ന ഈ ലേലം ഒരു വ്യാപാര പ്രവർത്തനം എന്നതിലുപരി നാട്ടുകാരുടെ ജീവിത രീതിയും സംസ്കാരവും കൂടിയാണ്. കൗവായി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ലേലം നടക്കുന്നത്. പുഴയിൽ നിന്നും പിടിച്ച മീനുകൾ ചെറുകിട മത്സ്യത്തൊഴിലാളികൾ ഇവിടെ എത്തിക്കുമ്പോൾ ലേലം തുടങ്ങും മുൻപ് തന്നെ ആളുകൾ ഒത്തുകൂടും. ലേലം ആരംഭിക്കുമ്പോൾ ഓരോ മീനും വിലപേശലിന്റെ ചൂടിൽ പുതിയ വില നേടുന്നു. ആർക്കാണ് കൂടുതൽ എന്ന വിളികൾക്കൊപ്പം കൈ ഉയർത്തലുകളും കണ്ണ് ചിമ്മലുകളും ചേർന്ന് ഒരു വ്യത്യസ്ത ഭാഷ ഇവിടെ രൂപം കൊള്ളുന്നു. ഇത് ഒരു മാർക്കറ്റ് മാത്രമല്ല, അനുഭവങ്ങളുടെയും ബന്ധങ്ങളുടെയും കൈമാറ്റ കേന്ദ്രമാണ്. വീട്ടാവശ്യങ്ങൾക്ക് മീൻ വാങ്ങാൻ വരുന്നവരും ചെറുകിട വ്യാപാരികളും വരെ ഈ ലേലത്തിൽ ഏർപ്പെടുന്നു. ഈ ലേലത്തിന് പിന്നിൽ ഒരു സാമൂഹിക ഘടകവും വ്യക്തമാണ്. ഇവിടെ വെച്ചാൽ 10-40 വർഷമായി ഈ ലേലം തുടങ്ങിയിട്ട്. അപ്പം ആൾക്കാർ മാറി മാറുന്നതാണ്. സൊസൈറ്റിൻ്റെ ഇതിൽ മാറി പോകുന്നതാണ്. ഇപ്പം ഞാൻ 3 വർഷമായി നല്ല നിലയിൽ പോകുന്നുണ്ട്. ഫ്രഷ് മത്സ്യമാണ്, മായമില്ല, ഒന്നുമില്ല, നല്ല നിലയിൽ പോകുന്നുണ്ട്. പക്ഷേ ഇപ്പം ആർക്കും എടുക്കുക, ഏതാൾക്കും എടുക്കുക, ഏത് ഇഷ്ടപ്പെട്ട മീൻ എടുക്കുക, ആർക്കൊന്നും പ്രശ്നമൊന്നുമില്ല. കറിക്കാർക്കും കച്ചവടക്കാർക്കും എല്ലാവർക്കും എടുക്കുക. നല്ല നിലയിൽ പോകുന്നുണ്ട്. ടൈമിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പം ഈ കാലാവസ്ഥൻ്റെ ഇതുകൊണ്ട് ചിലപ്പോൾ 6:40 ആവും, ചിലപ്പോൾ 7 മണിയാവും, ചിലപ്പോൾ 6:30 ആവും. അത് കാലാവസ്ഥൻ്റെ ഒരു ഇത് കാണും. ഇപ്പം 6:40 സ്റ്റാർട്ടിങ് കഴിഞ്ഞാൽ പിന്നെ ഒരു 7 മണി തീരും. ഒരുപാട് ആൾക്കാർ സ്ഥിരം വാങ്ങുന്നവരുണ്ട്. സ്ഥിരം കച്ചവടക്കാരുണ്ട്, കറിക്കാരുണ്ട്, സ്ഥിരം കുറേ കച്ചവടക്കാരുണ്ട്. ഈ കറിക്കാർ ഇപ്പോൾ അറിഞ്ഞോണ്ട്, ഇപ്പം ഇങ്ങനെ അറിഞ്ഞോണ്ട് ഇഷ്ടംപോലെ കറിക്കാർ വരുന്നുണ്ട്. ഫ്രഷ് മീനായതുകൊണ്ട്. ഇത് വളർത്തൊന്നുമല്ല, മായമില്ല, ഒന്നുമില്ല, ഫ്രഷ് മീനാണ്. ഈ കൗവായി കായലിൽ നിന്ന് പിടിക്കുന്ന മീനാണ്. വർഷങ്ങളായി ഒരേ ആളുകൾ ഇവിടെ മീനെത്തിക്കുന്നതിനാൽ ഇതൊരു കൂട്ടായ്മയായി മാറിയിരിക്കുന്നു. സന്തോഷങ്ങളും പ്രയാസങ്ങളും പങ്കിടുന്ന വേദിയായി ലേലം വളർന്നു. പുതുതായി വരുന്ന തലമുറയ്ക്കും ഈ പാരമ്പര്യം കൈമാറ്റപ്പെടുകയാണ്. പഴയ തലമുറയുടെ അനുഭവവും പുതിയ തലമുറയുടെ ആവേശവും ചേർന്ന് ഈ ലേലം കൂടുതൽ സജീവമാകുന്നു. ആധുനിക വിപണികളും സൂപ്പർ മാർക്കറ്റുകളും വളർന്നിട്ടും കൗവായിയിലെ മത്സ്യലേലം അതിൻ്റെ സവിശേഷത നഷ്ടപ്പെടാതെ ഇപ്പോഴും തുടർന്നു പോരുന്നു. ഇവിടെ ലഭിക്കുന്ന മീനുകളുടെ പുതുമയും വിശ്വാസബന്ധവും ആളുകളെ ഇന്നും ഇവിടെ എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ലേലം ഒരു വ്യാപാര ഇടപാടിനേക്കാൾ ഏറെ ഒരു ജീവിത ശൈലിയായി മാറിയിരിക്കുന്നു. കാലം മാറിയാലും പാരമ്പര്യത്തിൻ്റെ ഈ ശബ്ദം കൗവായിയിൽ ഇനിയും തുടരും. മത്സ്യങ്ങളുടെ ലേലവിളികളിൽ ഒരു ഗ്രാമത്തിൻ്റെ ആത്മാവ് ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ജലാശയങ്ങളിൽ ലഭ്യമായതും മായമില്ലാത്തതുമായ മത്സ്യം വാങ്ങുവാൻ രാവിലെ ഇവിടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.